പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ്. അതുപോലെ തന്നെ പോൾ ഹേമൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പോൾ ഹേമൻ്റെ വാർത്തയാണ്. ഇന്നലെ രാത്രിയോടുകൂടി WWE ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തേക്ക് വിട്ടു. 2024 ആദ്യ ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റി അത് പോൾ ഹേമൻ ആയിരിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ WWE സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം ആരാധകർ വലിയ സന്തോഷത്തിലാണ്. കുറേയധികം വർഷമായി പോൾ ഹേമൻ്റെ ഹോൾ ഓഫ് ഫെയിം ഇൻഡക്ഷൻ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. WCW, ECW, WWE തുടങ്ങിയ കമ്പനികളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു റെസ്ലിംഗ് മാനേജർ, അതിലുപരി ഒരു പ്രൊഫഷണൽ റെസ്ലറോട് നിങ്ങൾ അതിൽ പ്രൊമോ സെഗ്മെൻറ്റൊക്കെ നടത്തുന്ന സമയത്ത് ഏത് വ്യക്തിയെയാണ് നിങ്ങളൊരു റോൾ മോഡലാക്കി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു 90% ആളുകളും പറയുക പോൾ ഹേമൻ്റെ പേരായിരിക്കും. കാരണം മൈക്ക് സ്കില്ലിൽ പോൾ ഹേമനെ കടത്തിവെട്ടാൻ പോകുന്ന മറ്റൊരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് WWE ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു റെസ്ലറുടെ അതുപോലെ തന്നെ ഒരു മാനേജറുടെ ഒരു ലിസ്റ്റ് എടുത്താലും പോൾ ഹേമൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് എന്ന് പോൾ ഹേമൻ ഇൻഡക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. അതിലുപരി ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം ആളുകൾ ഇപ്പോൾ നോക്കുന്നത് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് പോൾ ഹേമൻ അദ്ദേഹത്തിൻ്റെ ഹോൾ ഓഫ് ഫെയിം സ്പീച്ചിൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ്. പറയാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം WWE.com എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോൾ ഹേമൻ്റെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റിയായി അനൗൺസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു വാർത്ത ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൽ ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പോൾ ഹേമൻ്റെ കരിയർ ബ്രോക്കിൻ്റെ മാനേജറായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ WWE മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായി ബ്രോക്കിനെ WWE പുറത്താക്കി അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബ്രോക്കിനെ മെൻഷൻ ചെയ്യേണ്ട സ്ഥലത്ത് മെൻഷൻ ചെയ്യാതിരിക്കാനും മെൻഷൻ ചെയ്യാനും നിലവിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബ്രോക്കിനെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു വാർത്തയാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും ബ്രോക്കിനെ ഒഴിവാക്കുന്നു എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നമുക്ക് ഇതുവരെ പങ്കുവെക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ ഇതാ പോസിറ്റീവായിട്ടുള്ള ബ്രോക്കിനെ മെൻഷൻ ചെയ്തു തുടങ്ങി എന്നുള്ളൊരു വാർത്തയും നമുക്ക് ലഭിക്കുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.